മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറാണിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എന്തായാലും പ്രധാനമന്ത്രി തൃശ്ശൂർ എത്തുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ അജണ്ടകളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിലൊരു രാഷ്ട്രീയമുണ്ട് താനും. അപ്പോൾ പൊതുവേ ഇവിടെ ഒരു ക്രിസ്ത്യൻ വോട്ട് കൂടി സ്വാധീനിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ തൃശ്ശൂരിലെ യാത്ര കൊണ്ട് പ്രധാനമന്ത്രിയും സംഘവും ഉദ്ദേശിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള ആ ഒരു വരവ് BJPക്ക് ഗുണം ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? നരേന്ദ്രമോദി വരുന്നത് പ്രധാനമന്ത്രി എന്ന പദവിയിൽ അല്ല അവിടെ വരുന്നത്, BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി ചർച്ച തന്നെ ആവശ്യമില്ല. കാരണം അത് രാഷ്ട്രീയ അജണ്ടയോടുകൂടി വരുന്നൊരു കാര്യമാണ്. പ്രധാനമന്ത്രി ആണെങ്കിലും BJPയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. BJPയുടെ പരിപാടിയിൽ അദ്ദേഹം ഒരുപാട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് പോലും ആ പദവിയുടെ പല ഘട്ടങ്ങളിൽ പോലും തികഞ്ഞ വർഗീയ രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളാണ് നരേന്ദ്രമോദി. അതേ ഇവിടെ വരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ്. അതായത് ഇവിടെ പല രീതിയിലും ജനങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗമന വർഗീയ വിരുദ്ധമായ സമീപനമുള്ള ഒരു സ്റ്റേറ്റിൽ വന്ന് ഇവിടെ ഏതെങ്കിലും രീതിയിൽ അവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ അവർ സ്വാഭാവികമായിട്ട് നടത്തുമല്ലോ. രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടും 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരണം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ശ്രീ നരേന്ദ്രമോദി വരുന്നത്. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാനമായും അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവരെ കൂടെ കൂട്ടുക എന്നുള്ളത്. പക്ഷേ മണിപ്പൂർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ കുറച്ച് മാറ്റം വന്നു. അവരെ കൂടി വീണ്ടും കൂട്ടിയിണക്കുക അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടെന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യരെ പറ്റിയാണ് സംസാരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ എന്നൊക്കെ പറയുന്ന ഒരു വർഗീയ ലൈനിനെ സംബന്ധിച്ച് തൃശ്ശൂർക്കാർ അങ്ങനെ സംസാരിക്കാറില്ല. ഇവിടെ മനുഷ്യർക്കാണ് വോട്ടുള്ളത്. അതിൽ ക്രിസ്ത്യാനികളുണ്ടാവും, അവിടെ മുസ്ലിംസ് ഉണ്ടാവും, അത് ഹിന്ദുക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആളുകളെ ഇങ്ങനെ ക്രിസ്ത്യൻ വോട്ടർമാർ, മുസ്ലിം വോട്ടർമാർ, ഹിന്ദു വോട്ടർമാർ എന്ന് പറയുന്ന വേർതിരിക്കുന്ന ഒരു രീതി ചർച്ചയ്ക്ക് ചെയ്യുന്നത് തന്നെ ശരിയല്ല. ഇവിടെ തൃശ്ശൂരത്തെ വോട്ടർമാരായിട്ട് കാണണം. അല്ലാതെ അവിടെ ഹിന്ദുക്കളുണ്ട്, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് വെച്ചിട്ടല്ലല്ലോ. നമുക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നവർക്ക് മുസ്ലിം ഹിന്ദു അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരിയാത്തൊരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വോട്ടുകൾ ടാർഗറ്റ് ചെയ്ത് വരുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അസംബന്ധമാണ്. കാരണം തൃശ്ശൂരിൻ്റെ സംസ്കാരം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതൊന്നും കാണാതെ ആളുകളെ ഇങ്ങനെ ഹിന്ദു വോട്ടർമാർ, മതേതര വോട്ടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യം തന്നെയാണ് തൃശ്ശൂരിനുണ്ട് എന്ന്, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷമാണെങ്കിലും ശരി, അല്ലെങ്കിൽ UDF ആണെങ്കിലും ശരി, അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അല്ല, അതിൽ ഇവിടെ നമ്മുടെ ജനങ്ങളെ ഈ ഒന്നിപ്പിക്കാനല്ലല്ലോ BJP രാഷ്ട്രീയം ശ്രമിക്കുന്നത്. അവർ ശ്രമിക്കുന്നത് ജനങ്ങളെ വിഘടിപ്പിച്ച് നിർത്താനാണ്. അപ്പോൾ അവരെ ഓരോ ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിവാദം. ഇപ്പോൾ ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും വേർതിരിച്ച് നിർത്തി അങ്ങനെ ഒരു എന്താണ് പറയുക, സോഷ്യൽ എൻജിനീയറിങ് വളരെ പ്രതിലോമകരമായിട്ടുള്ളൊരു രീതിയാണത്. അത് അവരിപ്പോൾ തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിൽ എവിടെ ശ്രമിച്ചാലും അവർ ആഗ്രഹിക്കുന്ന മട്ടിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ അവർക്ക് സാധിക്കുന്ന കാര്യമില്ല. അവിടെയൊക്കെ ജനങ്ങൾ, ഈ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലത്ത് ഹിന്ദുക്കളും മാത്രം താമസിക്കുക പോലും ചെയ്യുന്ന നിലയിലേക്ക് പല പ്രദേശങ്ങളിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അവർ മാനസികമായിട്ട് അങ്ങനെ വേർതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടർമാരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ആയിട്ട് ക്രിസ്ത്യാനികളായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാരെ അപ്പോൾ മറ്റു വോട്ടർമാരെയൊന്നും വേണ്ട അവർക്ക്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ടർമാരെ ഞങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യരെ വോട്ടൊന്നും വേണ്ട. മനുഷ്യർക്കാണ് ഇവിടെ വോട്ടുള്ളത്, ഇവിടുത്തെ ജനങ്ങൾക്കാണ് വോട്ടുള്ളത്. അതിനെ എന്തിനാണ് ഈ ക്രിസ്ത്യൻ കണ്ണും മുസ്ലിം കണ്ണും ഹിന്ദു കണ്ണായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം. നമ്മളെല്ലാം മനുഷ്യരെന്ന നിലയിൽ, ജനങ്ങളെന്ന നിലയിൽ നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മതവിശ്വാസം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും രാഷ്ട്രീയമായി കലർത്തിക്കൊണ്ടാണ് ഇവർ എല്ലായിടത്തും വിജയിക്കാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ജനങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളും തെളിവുകളും നമ്മുടെ നാട്ടിൽ, കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്.
ഈ അവരവരുടെ തൃശ്ശൂർ ശ്രമങ്ങൾ നടത്തട്ടെ, അത് വേറെ കാര്യമൊന്നും അതിന് പറയാനില്ല. തൃശ്ശൂരാണ് എത്തുന്നതെങ്കിൽ പോലും ലക്ഷ്യം കേരളമാണ്. കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ കിട്ടാൻ BJP അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ഒരു നിയമസഭ, കാരണം O രാജഗോപാൽ മാത്രമായിരുന്നു വന്നത്, അത് പിന്നീട് ആ ഒരു അക്കൗണ്ട് പോലും അടഞ്ഞുപോയി. അപ്പോൾ ഭാവിയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്ക് പിന്നിലുണ്ട് എന്നല്ലേ കരുതേണ്ടത്? അല്ല, രാജഗോപാൽ ജയിച്ചത് എനിക്ക് തോന്നുന്നു രാജഗോപാൽ ആയതുകൊണ്ടാണ് ജയിച്ചത്. BJP ആയതുകൊണ്ടാണെങ്കിൽ പിന്നീടും BJPയോട് ജയിക്കണ്ടേ? അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യവും അന്തരീക്ഷവും വടക്കേ ഇന്ത്യയിൽ അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു മെത്തേഡ് അനുസരിച്ചല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് BJPക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അവരിതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അവർ എല്ലാ കാലത്തും ചെയ്യുന്നൊരു തന്ത്രം ആവർത്തിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലും അവർ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കിപ്പോൾ ഭരണമുണ്ട്, കേന്ദ്രത്തിൽ ഭരിക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, എല്ലാ ഭരണ സംവിധാനവും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പകിട്ടിലും അതിൻ്റെ ശക്തിയിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിനെ വളരെ പ്രയാസപ്പെടുത്തുകയും ഗവൺമെൻറ്റിന് ജനങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശ്രമങ്ങൾ നടത്തും. ഗവർണർ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്നൊരു ഗവർണർ പ്രഖ്യാപിക്കുന്നു. ഗവർണർ പച്ചയായിട്ട് BJP രാഷ്ട്രീയം പറയുന്ന ഏതെങ്കിലും കാലം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ BJPയുടെ രാഷ്ട്രീയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പം അക്കൂട്ടത്തിൽ ഒരു പരിപാടിയാണ് 3-ാം തീയതി ഇവിടെ നടക്കാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ പ്രോഗ്രാം. ഓക്കെ. എന്തായാലും ഈ നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് VS സുനിൽകുമാർ വ്യക്തമാക്കിയത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 തൃശ്ശൂർ.